പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ വചനമായിട്ടായിരുപ്പാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനാൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ ഒരുമിച്ചായിരിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ദൈവവചനത്താൽ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് വളരെ ധൈര്യത്തോടെ പറയാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ തകർന്നു പോകും, തീർന്നു പോകുമെന്നെല്ലാം വിചാരിച്ച സ്ഥലത്തു നിന്ന് ഞാൻ വിചാരിച്ചു, ഭയന്നു, അതിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് മാത്രമല്ല, ഞാൻ എവിടെയാണോ തകരുമെന്ന് വിചാരിച്ചത് അവിടെ തന്നെ ഏറ്റവും അനുഗ്രഹമാക്കി നിർത്തിയ ഒരു കർത്താവിനെ കുറിച്ച് ഞാൻ പറയും. എൻ്റെ ദൈവം മാറാത്തവല്ല. ഒരു മേഖലയിലും നാം തകർന്നു പോകാൻ ദൈവത്തിന്റെ പദ്ധതിയില്ല. നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഏറ്റവും നല്ലതാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരതെറ്റുകൾ അനുസരിച്ച് തീരുമാനം മാറ്റുന്ന ഒരു ദൈവത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ നല്ലപോലെ ജീവിച്ചാൽ കർത്താവ് അതനുസരിച്ച് മാനിക്കും, തെറ്റായിട്ട് ജീവിച്ചാൽ അതനുസരിച്ച് നമ്മളെ ശിക്ഷിക്കും. പ്രിയപ്പെട്ട, നിശ്ചയമായിട്ടും കർത്താവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നവൻ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും നമ്മളെക്കുറിച്ചുള്ള പദ്ധതി കർത്താവ് നമ്മളിന്ന് മാറ്റത്തില്ല. നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്ലാൻ ഏറ്റവും വലുതാണ്, ഏറ്റവും ബെസ്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ അവസ്ഥകൾ എന്തുമാകട്ടെ, ആ പ്രതിസന്ധികളിൽ നിന്ന്, ആ പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മൾ ഹല്ലേലൂയ കർത്താവിലേക്ക് വളരാനായിട്ട്, കർത്താവിലേക്ക് പടിപടിയായിട്ട് ഉയരാനായിട്ട്, ആമേൻ, അത് സാധ്യതയായിട്ട് തന്നെ കാണും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രശ്നങ്ങളും വെല്ലുവിളികളൊക്കെ വരുമ്പോൾ ദൈവം അങ്ങനെ പരീക്ഷിച്ച് അല്ല. പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ കർത്താവിന് കൂടുതൽ സ്തോത്രം ചെയ്യണം. കാരണം ആ പരിമിതിയിലും കൂടെ ദൈവം കർത്താവ് ആ മേഖലയും കൂടെ നിറയ്ക്കുക അവനായിട്ട്. നിങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല, അമ്മയുടെ അപ്പന്റെ സ്നേഹം കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ഈസിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പരിമിതി ഉള്ളത്, കുറവുള്ളത്, വാക്യൂം ഫീൽ ചെയ്യുന്നത്, ശൂന്യത അനുഭവിക്കുന്നത്, അവിടെ കർത്താവിന്റെ കരമിറങ്ങുമ്പോൾ അവൻ ആ ശൂന്യത മുഴുവൻ പണിയാൻ കഴിയുന്നവനാണ് കർത്താവ്. ആ ശൂന്യതകൾ മുഴുവൻ അവന്റെ സാന്നിധ്യം, ആ ശൂന്യമായ മേഖലയെ അവന്റെ സാന്നിധ്യം നിറയ്ക്കും. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഹല്ലേലൂയ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രഷർ നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല. അപ്പൊ നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുക്കും. അപ്പൊ നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണണം. നേരെ മറിച്ച് എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ പ്രശ്നമായിപ്പോയി, ഞാൻ അവരെ പോലല്ല, അദ്ദേഹത്തിനാണ് അവരുടെ കുടുംബം നല്ലതാ, അവർക്ക് നല്ല സ്വത്തുള്ളവരാണ്, അല്ലെങ്കിൽ അദ്ദേഹം നല്ലപോലെ പഠിച്ച ആളാണ്, അവർക്ക് അദ്ദേഹത്തിന്റെ കുടുംബജീവിതം നല്ലതാണ്, അദ്ദേഹത്തിന്റെ അവരുടെ ഹസ്ബൻഡ് നല്ലൊരു ഹസ്ബൻഡാണ്, നല്ല വൈഫാണ്, നല്ല മക്കളാണ്, നല്ല സഹോദരങ്ങളാണ്, അവരുടെ ജീവിത പശ്ചാത്തലം നല്ലതായിരുന്നു. നമുക്ക് പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ എല്ലാ പരിമിതികളെ നികത്താൻ കഴിയുന്നവനാ നമ്മുടെ കർത്താവ്. നിങ്ങൾക്ക് ഏത് മേഖലയാ പരിമിതി ഇല്ലാത്തത്? വചനം എന്താ പറയുന്നത്? നിന്റെ ബലഹീനതകളിൽ എന്റെ ബലം തികഞ്ഞു വരും. ആ ബലഹീനതകൾ എന്തുമാണ്? ആ ബലഹീനതകൾ കർത്താവിന്റെ ബലം അവിടെ തികഞ്ഞു വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ പരിമിതികൾ എനിക്ക് പരിമിതികളൊക്കെ ദൈവം തന്നിട്ട് അതോടുകൂടെ എന്നെ തീർത്ത് കളയുന്നൊരു ദൈവമായിട്ട് കാണരുത്. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ആമേൻ ഒരു സ്വർഗീയ ജീവിതം ഈ ഭൂമിയിലും സാധ്യമാണ്. എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങളിൽ പറയുന്നത് അവനോടുകൂടെ നമ്മളെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. അപ്പൊ ഈ ഭൂമിയിലും യേശുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നത് സ്വർഗത്തിൽ നിറങ്ങി വന്നവനും സ്വർഗത്തിൽ ഇരിക്കുന്നവനുമായ യേശുവിനെ പോലെ. പുത്രനെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിൽ നിറങ്ങി വന്നവൻ, സ്വർഗത്തിൽ ഇരിക്കുന്നവൻ. അപ്പൊ ഇത് രണ്ടും സാധ്യമാണ്. അത് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പലതരത്തിലെ വെല്ലുവിളികൾ കണ്ടേക്കാം. പക്ഷെ ആ വെല്ലുവിളികളുടെ നടുവിൽ നമ്മൾ പതറി തളർന്ന് നിരാശപ്പെട്ട് അങ്ങനെ നമ്മൾ ശൂന്യമായി തീരുക എന്നുള്ളതല്ല കർത്താവിന്റെ പദ്ധതി. നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഓൾവേസ് ഗ്രേറ്ററാണ്, ഏറ്റവും നല്ലതാണ്. അപ്പൊ അവിടെ നമ്മൾ മടുത്തും പോയി തളർന്നു പോയി അല്ല നിൽക്കുന്നത്. നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി എപ്പോഴും ഏറ്റവും നല്ലതാണ്. നമ്മളെ ഏറ്റവും നല്ലതിനെ കാണും. ആ നല്ലതിലേക്ക് നമ്മളെ നിറയ്ക്കുന്നവനാണ് കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പല പരിമിതികൾ കണ്ടേക്കാം.
ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ന്യൂനതകൾ കണ്ടേക്കാം. പറയാൻ സാധിക്കാത്തതും പറയാൻ പറ്റുന്നതുമായിട്ടുള്ള അനേക ന്യൂനതകൾ കണ്ടേക്കാം. പക്ഷെ ആ ന്യൂനതകളുടെ നടുവിൽ കർത്താവിനെ ഒന്ന് കണ്ടേ. കർത്താവിലേക്ക് നിങ്ങൾ നോക്കിക്കേ. നിങ്ങളുടെ ജീവിത സാഹചര്യം മാറിയിരിക്കും, ഒരു സംശയമില്ല. നിശ്ചയമായിട്ട് മാറിയിരിക്കും. കർത്താവ് നിങ്ങളെ വിളിച്ച്, അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന ചില സിറ്റുവേഷനകത്ത് നമ്മൾ ഓർക്കും ഇതെല്ലാം കൂടെ തീരാൻ പോകും. അല്ലല്ല. നിങ്ങളെക്കുറിച്ച് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത് നിശ്ചയമായിട്ട് കർത്താവ് നിവർത്തിച്ചിരിക്കും, ഒരു സംശയമില്ല. അതിനെ നിവർത്തിക്കാൻ കർത്താവ് മതിയായത്. എൻ്റെ ദൈവം നിങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ നമ്മൾ ആ നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, ഏറ്റവും നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഫലകരമായ ജീവിതം നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കും. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇല്ലാത്തവയിലേക്കല്ല നോക്കേണ്ടത്. എനിക്കില്ലാത്ത മേഖലകളെയും നിറയ്ക്കുവാൻ കർത്താവിൻ്റെ ജ്ഞാനമായിട്ട് എൻ്റെ കൂടുണ്ട്, കർത്താവിൻ്റെ സമ്പത്തായിട്ട് എൻ്റെ കൂടുണ്ട്, കർത്താവ് എനിക്ക് ആരോഗ്യമായിട്ട് എൻ്റെ കൂടുണ്ട്, കർത്താവിനെ കരുതുന്നവനായിട്ട് എൻ്റെ കൂടുണ്ട്, കർത്താവ് എനിക്ക് നല്ല ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ നല്ല പങ്കാളി, കർത്താവിനെ പോലെ ഏറ്റവും ബെസ്റ്റ് പങ്കാളി എവിടെ കിട്ടും? കർത്താവിനെ ഇപ്പം നല്ലൊരു അപ്പയെ എവിടെ കിട്ടും? നല്ലൊരു അമ്മയെ എവിടെ കിട്ടും? അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് പരിമിതികളിലേക്ക് നോക്കാതെ ആ പരിമിതികളെ കവർ ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടല്ലേ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ ബലഹീനതയിൽ എൻ്റെ ബലം തികഞ്ഞു വരും. നമ്മൾ ഏത് മേഖലയിലാണ് നമുക്ക് ബലഹീനത ഉള്ളത്, ആ ബലഹീനമായ മേഖലകളിലും ദൈവത്തിന്റെ ബലം തികഞ്ഞു വരും. ആ തികവുള്ള ബലമില്ല, അതൊരു അസാധാരണമായ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ തന്നെ പരിമിതിപ്പെടുത്തി കാര്യങ്ങളെ കാണാതെ, നമ്മളെ തന്നെ ചെറുതായിട്ട് കാര്യങ്ങളെ കാണാതെ, നമ്മളില് ആ കർത്താവിനോടുള്ള ബന്ധത്തില് നമ്മൾ കാര്യങ്ങളെ കാണും. കർത്താവിനോട് ചേർത്ത് നിർത്തി നമ്മുടെ കാര്യങ്ങളെ കാണും. നമ്മൾ കർത്താവിലാണെന്ന് മനസ്സിലാക്കണം. എന്ത് പരിമിതികളുണ്ടെങ്കിലും അതിനെ മുഴുവൻ നികത്താനായിട്ട് അവന്റെ സാന്നിധ്യം മതിയായതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടത്, നമ്മള് ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. നമ്മള് അത്ഭുതങ്ങളും അടയാളങ്ങളും, നിശ്ചയമായിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആമേൻ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തവനാണ്, ഇന്നും ചെയ്യുന്നവനാ, ഇനി ചെയ്തുകൊണ്ടേയിരിക്കും. അത്ഭുതങ്ങൾ നടക്കും, സാധാരണമായിട്ട് നടക്കും. അതെ, കർത്താവ് ഇന്നും അത്ഭുതങ്ങളുടെ ദൈവം. ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവം തന്നെ എൻ്റെ ദൈവം. ഒരു സാഹചര്യത്തിലും എൻ്റെ കർത്താവിന്റെ പ്രവൃത്തിയെ തടയാൻ സാധ്യമല്ല. വചനം അങ്ങനെയല്ലേ പറയുന്നത്, അല്ലേ? വചനം അങ്ങനെ തന്നെയാ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ സകല ജനത്തിന് ദൈവമായ യഹോവയാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും. ദൈവം പ്രവർത്തിക്കും, ആർ തടുക്കുമെന്ന് ചോദിക്കും. ആർക്ക് തടയാൻ പറ്റും? അങ്ങനെയുള്ള ദൈവം, ആ ദൈവം നമ്മുടെ കൂടുള്ളപ്പോൾ നമ്മുടെ പരിമിതികളെ നിങ്ങൾ പരിമിതിയായി കാണാതെ, നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ പരിമിതിയോടിരിക്കുകയാണോ, ഏതെങ്കിലും മേഖലയിൽ ആ പരിമിതികളെ വലുതായിട്ട് കാണാതെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത്, അതായത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കുക, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് കുറവുകളിലും ദൈവം ആ കുറവിനെ നിറവാക്കാൻ മതിയാകും. അത് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്ക് ഒരു സഹോദരന്റെ സ്നേഹമില്ലേ? കർത്താവ് നമ്മുടെ നല്ല ബ്രദറാ, ജ്യേഷ്ഠ സഹോദരനാ. ഒരു അപ്പന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ലേ? കർത്താവ് തന്നെ പറയുന്നില്ല, വചനത്തിൽ പറയുന്നില്ലേ, ഒരമ്മ തന്നെ കുഞ്ഞിനെ മറന്നാൽ ഞാൻ നിന്നെ മറക്കും, ഞാൻ നിന്നെ കൈവിടത്തില്ലെന്നൊരു പറഞ്ഞ കർത്താവ്. ആ കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനെ കുറിച്ച് ഭാരപ്പെടേണ്ടത്? ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ടതായിട്ടില്ല. ഇന്ന് വരെ നടത്തിയത് കർത്താവല്ലേ. ആ കർത്താവ് ഇനിയുള്ള നാളുകളിൽ നാം വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അത്യന്തം പരമായി നടത്തും. അതിനൊരു സംശയം വേണ്ട. അത്യന്തം പരമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അതിന്റെ ശ്രേഷ്ഠതയിൽ നിങ്ങളെ എത്തിക്കോളാം, നിങ്ങൾ നടത്തും. അതാ കർത്താവ്. ആമേൻ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഞാനിത് പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ ആ പരിമിതികളെ, ആ ന്യൂനതകളെ നിങ്ങൾ ഭീമവൽക്കരിച്ച് കാണാതെ, വലിയൊരു സംഭവമായിട്ട് കാണാതെ, അതിനപ്പുറമായി നിങ്ങളെ വിളിച്ചൊരു ദൈവത്തിന്റെ ആ കരുതലിനെ ഒന്ന് കണ്ടേ, ദൈവികമായ ആ ഒരു വിളിയെ ഒന്ന് കണ്ടേ,
ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് കണ്ടേ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒരു മനുഷ്യന് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതം പണിയാൻ സാധ്യമല്ലേ? ഒരു മനുഷ്യന് നിങ്ങളുടെ ജീവിതത്തെ അപകടപ്പെടുത്താൻ കഴിയുമെങ്കിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ വിടുവിക്കാൻ കഴിയത്തില്ലേ? ഒരു മനുഷ്യന് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ കഴിയുമെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ കൂടിരിക്കാൻ സാധ്യമല്ലേ? ഒരു മനുഷ്യന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധിച്ചെങ്കിൽ, ഒരു മനുഷ്യനത് സാധിക്കുമെങ്കിൽ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ആവശ്യത്തെക്കാൾ നൽകി നിങ്ങളെ നടത്താൻ എൻ്റെ ദൈവത്തിന് സാധ്യമല്ലേ? സാധ്യമാണ്. അതുകൊണ്ട് ആ പരിമിതികളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളൊന്ന് കണ്ട് സന്തോഷിച്ചേ. അവിടെയാണ് നമ്മൾ ജയമിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. പരിമിതികൾ നമുക്ക് ഒരു വ്യക്തി തൻ്റെ പരിമിതിയെ ദൈവത്തോട് പറയുന്ന ഒരു വാക്യം, അതായത് ഹല്ലേലൂയ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യെരമ്യാ പ്രവാചകൻ പറയുന്ന വാക്കാണിത്. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ഇത് യെരമ്യാ പ്രവാചകൻ കർത്താവിനോട് പറയുന്ന വാക്ക്. പക്ഷെ കർത്താവ് എന്താണ് പ്രവാചകനോട് പറഞ്ഞത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഹല്ലേലൂയ, അങ്ങ് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി നിന്നെ നിയമിച്ചു. കർത്താവ് പറയും, നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ അറിഞ്ഞു, നിന്നെ തെരഞ്ഞെടുത്തു, നിന്നെ നിയമിച്ചു. ഇതെല്ലാം നീ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ചെയ്തു. അതങ്ങനെ തന്നെ ആ വാക്യത്തിൽ പറയുന്നു. അപ്പൊ അവന് ജനിച്ചു, വളർന്നു, എങ്ങനെയുണ്ട് ജീവിതവും, എങ്ങനെയുണ്ട് സ്വഭാവം, ആ സ്വഭാവമൊക്കെ അനുസരിച്ച്, അവന്റെ പ്രകൃതം അനുസരിച്ച്, അങ്ങനല്ല, അവന്റെ പ്രകൃതവും സ്വഭാവം അനുസരിച്ചല്ല അവനിൽ ഒരു ദൈവപ്രവൃത്തി നടന്നത്. അവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ. എന്ത് മനോഹരമായിട്ടാ വചനം പറയുന്നത്, എന്ത് മനോഹരമായിട്ടാ വചനം പറയുന്നത്. അതിനു മുമ്പേ കർത്താവിനെ വിളിച്ചു, വിശുദ്ധീകരിച്ചു, നീതീകരിച്ചു, നിയോഗിച്ചു. ഇത്രയും വലിയ കാര്യം ദൈവം പ്രവാചകനോട് പറയുക, ദൈവത്തിന്റെ അരുളപ്പാടാണ്. അങ്ങനെ ദൈവിക അരുളപ്പാടുണ്ടായപ്പോ ആ അരുളപ്പാട് കേട്ടിട്ട് സ്തോത്രം ചെയ്യല്ല, അല്ലെങ്കിൽ അരുളപ്പാട് ഓർത്ത് കർത്താവെ നന്ദി എന്ന് പറയുകയല്ല ചെയ്തത്. അവിടെ അവൻ ചെയ്ത കാര്യം ഇതാണ്. അവൻ തിരിച്ചു പറഞ്ഞൊരു വാക്കിതാണ്, കർത്താവെ ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. രണ്ട് കാര്യം പറഞ്ഞു. ഞാൻ ബാലനാണ്, ഞാൻ കൊച്ചു പയ്യനാ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പറഞ്ഞത് ശരിയാ, ബാലനാണ്, സംസാരിക്കാൻ അറിയത്തില്ല, അതും ശരിയാ. പക്ഷേ ദൈവം അവനോട് പറഞ്ഞു, നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞു, നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ ജാതികൾക്ക് പ്രവാചകനായിട്ട് നിന്നെ നിയമിച്ചു. ഇതെല്ലാം അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. ആ ദൈവപ്രവൃത്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പ്രവാചകൻ ഇങ്ങനൊരു വാക്ക് പറയാനുള്ള കാരണമില്ല. അവിടെ എന്താ പറയുന്നത്? ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ പ്രാപ്തിയില്ല. ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ പ്രാപ്തിയില്ല. ഇത് രണ്ടും അവിടെ പറയുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കുക, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടല്ലോ. നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ പാപമായിട്ട് ഞാൻ അതിനെ പറയുന്നില്ല. നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയാം? അറിവില്ലായ്മയാണ് ദൈവത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്. ആ അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പല മണ്ടത്തരങ്ങളിൽ നമ്മൾ ചെന്ന് വീഴുന്നത്, നമ്മൾ നിരാശപ്പെട്ടു. ആ പരിമിതികളുടെ അറിവില്ലായ്മകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. ഇവിടെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, കർത്താവിനോട് പറഞ്ഞ, യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോവുകയും ഞാൻ കൽപ്പിക്കുന്ന എല്ലാം പറയുകയും ചെയ്യണം. ഇത് പറയുക. അതിനുശേഷം കർത്താവ് ചെയ്തൊരു കാര്യം, അതിന്റെ 9-ാമത്തെ വാക്യം, പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു. കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, കർത്താവ് അതിന് ശേഷം ചെയ്ത കാര്യമാണ്, കൈ നീട്ടി അവന്റെ വായെ തൊട്ടു. അതായത് അവൻ പറഞ്ഞ രണ്ട് കാര്യം, കർത്താവെ ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പം എൻ്റെ നാവിന് വേണ്ട പോലെ സംസാര പ്രാപ്തിയില്ലാത്തവന് ദൈവം ചെയ്തൊരു കാര്യം, കർത്താവ് ചെയ്തൊരു കാര്യം,
അവന്റെ നാവിനെ തൊട്ടു. അവന്റെ നാവിനെ തൊട്ടു. അതായത് എവിടെയാണോ അവന് ബലഹീനതയുള്ളത്, ആമേൻ, അവിടെ കർത്താവിന്റെ സ്പർശനം. എന്നിട്ട് വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. എന്റെ വചനങ്ങളെ. ഇനി നീ സംസാരിക്കാൻ അറിയത്തില്ല എന്ന വാക്കിനി പറയരുത്. നിനക്ക് സംസാരിക്കാൻ അറിയില്ല എന്നൊരു വാക്ക് നീ ഇനി പറയരുത്. അതിനി പറയരുത്. ഹല്ലേലൂയ. എന്റെ വചനത്തെ നിന്റെ നാവിൽ തരിക. എന്റെ വചനത്തെ നിന്റെ നാവിൽ തരിക. എന്റെ വചനം. ദൈവം തന്റെ വചനത്തെ അവന്റെ നാവിൽ കൊടുത്തു. തന്റെ വചനത്തെ അവന്റെ നാവിൽ കൊടുത്തു. അതായത് ഇവൻ എവിടെയാണോ പരിമിതിയുള്ളത്, സംസാരിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞവന് കർത്താവ്, ഹല്ലേലൂയ, അവന്റെ തന്നെ ശബ്ദം, ദൈവത്തിന്റെ തന്നെ വാക്ക്, ദൈവത്തിന്റെ തന്നെ സംസാരശേഷി, ദൈവത്തിന്റെ തന്നെ ശബ്ദം, ദൈവത്തിന്റെ തന്നെ വാക്കുകൾ പ്രവാചകന് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ഇതെന്തു വലിയ ഭാഗ്യമല്ലേ! ഇതെത്ര വലിയ ഭാഗ്യമല്ലേ! പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണോ പരിമിതി ഉണ്ടെന്ന് നിങ്ങളെ തന്നെ വിലയിരുത്തിയിരിക്കുന്നത്, ആ പരിമിതി ഉണ്ടെന്ന് നിങ്ങളെ വിലയിരുത്തിയിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ അപരിമിതിയോടെ പരിമിതികളെല്ലാം പൊളിച്ച് നിങ്ങളെ മുന്നോട്ട് നടത്താൻ ദൈവം മതിയായവന്. ആ പരിമിതികളെല്ലാം തകർത്ത് നിങ്ങളെ മുന്നോട്ട് നടത്താൻ ദൈവം മതിയായവന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ അത് അസാധാരണമായിരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ അത്, ഹല്ലേലൂയ, മരിച്ചതിനെ ഉയർപ്പിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത് അത്ഭുതാവഹമായിരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവവചനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ എൻ്റെ വചനത്തെ നിന്റെ നാവിൽ തരിക. എൻ്റെ വചനത്തെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മൾ പറയുക, എനിക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് അപ്പം എന്തായിരിക്കും പറഞ്ഞത്? എൻ്റെ ആരോഗ്യത്തെ നിനക്ക് തരിക. കർത്താവ്, എനിക്ക് സമ്പത്തില്ല. കർത്താവ് പറയും, എൻ്റെ സമ്പത്തിനെ നിനക്ക് തരിക. ഇവിടെ പ്രവാചകൻ എന്താണോ ഇല്ല എന്ന് പറയുന്നത്, അവന് പരിമിതി ഉണ്ടെന്ന് ഏത് മേഖല അറിയുന്ന കർത്താവ് പറയുക, ഞാൻ എൻ്റെ വചനത്തെ നിനക്ക് തരിക. എൻ്റെ വചനത്തെ. നിന്റെ പരിമിതികളില് എൻ്റെ, ഹല്ലേലൂയ, പരിമിതിയില്ലായ്മ, നിന്റെ ബലഹീനതകളിൽ എൻ്റെ ബലം. ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവർ, ഇന്ന് ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ മടുത്തവരോ തളർന്നവരോ തകർന്നവരോ ആയിട്ടിരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ ചെറുതായിട്ട് ചിന്തിക്കരുത്. നിങ്ങളുടെ പരിമിതികൾക്കപ്പുറമായി, നിങ്ങളുടെ ബലഹീനതകൾക്കപ്പുറമായി, നിങ്ങളുടെ അറിവില്ലായ്മകൾക്ക് അതീതമായി വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത്, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളെ തന്നെ കർത്താവിലേക്കൊന്ന് കേന്ദ്രീകരിച്ചേ. അത് ഞാൻ വീണ്ടും, അതങ്ങനെ തന്നെ ഞാൻ പറയുക. നിങ്ങൾക്ക് ഏത് പരിമിതിയുണ്ട്, ആ പരിമിതിയിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടോ? നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഉണ്ടോ? നിങ്ങൾ ആ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് നോക്കിക്കേ. നിങ്ങളും കർത്താവ് മാത്രമുള്ള ഒരു ലോകത്തിലേക്ക് വന്നു. നിങ്ങളും കർത്താവ് മാത്രമുള്ള ഒരു ലോകത്തിലേക്ക് നിങ്ങൾ, ആ ലോകത്തിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക്, ആമേൻ, തിന്മയും ദോഷവും ചെയ്യാൻ ആരുമില്ല. അവിടെ ആരുമില്ല. അവിടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉയർച്ചയും അഭിവൃദ്ധി മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, ഇവിടെ വചനത്തിൽ പറയുന്നത്, എൻ്റെ വചനത്തെ ഞാൻ നിനക്ക് തരിക. അതായത് എവിടെയാണോ പരിമിതി എന്ന് പറഞ്ഞത്, എവിടെയാണോ എനിക്ക് അസാധ്യമെന്ന് പ്രവാചകൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ ആ പരിമിതികളെ ഞാൻ നിറയ്ക്കാം. ആ കുറവുകളെ ഞാൻ മാറ്റാം. ആ അവസ്ഥയ്ക്ക് ഞാൻ മാറ്റം വരുത്താം. പ്രിയപ്പെട്ടവർ, ഇത് കർത്താവിന്റെ വാഗ്ദത്തം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ തളർന്നവരോ തകർന്നവരോ പരാജയപ്പെട്ടവരോ ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലെങ്കിൽ ആ പരിമിതി ഉള്ള സ്ഥലത്ത് കർത്താവിന്റെ കരം അവൈലബിൾ ആണ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം ഞാൻ നിങ്ങളോട് സംസാരിക്കും. എനിക്കറിയാം ചിലരുടെ ജീവിതത്തോട് വ്യക്തമായിട്ട് കർത്താവ് ഇടപെടുക. നിങ്ങൾക്ക്, ഹല്ലേലൂയ, എന്തൊക്കെയോ, ആമേൻ, ചില കാര്യങ്ങളിൽ, ഹല്ലേലൂയ, ആമേൻ, ഒരു സ്നേഹം കിട്ടാതെ, അല്ലെങ്കിൽ കരുതലില്ലാതെ, ആരോഗ്യത്തിൽ, ആമേൻ, അൺഎക്സ്പെക്ടഡ് ചലഞ്ചസ്, വെല്ലുവിളികൾ ഉണ്ടായിട്ട്, ആരോഗ്യത്തിൽ രോഗം, ശരീരത്തിൽ രോഗം വന്നിട്ട് അത് നിങ്ങളെ അലട്ടുന്നു. സാമ്പത്തികമായുള്ള ദാരിദ്ര്യം നിങ്ങളെ അലട്ടുന്നു. ഒരുപക്ഷെ പല കാര്യങ്ങൾക്ക്, പല വിഷയങ്ങളുടെ വെല്ലുവിളികളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുകയായിരിക്കും.
കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കണം, വാടക കൊടുക്കണമില്ല, ലോൺ അടയ്ക്കണം, പലതരത്തിലെ വെല്ലുവിളികളുടെ മുമ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ആ വെല്ലുവിളികളെ മുഴുവൻ അല്പം ഒന്ന് മാറ്റി നിർത്തിയിട്ട് കർത്താവിലേക്ക് നോക്കാമോ? അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ വിളി നിങ്ങളുടെ വെല്ലുവിളികളെ പരാജയപ്പെടുത്തും. അതെ, ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച ദൈവത്തിലേക്ക് നോക്കിക്കേ. ഇവിടെ കർത്താവ് പ്രവാചകനോട് പറഞ്ഞ കാര്യം, എന്റെ വചനത്തെ ഞാൻ നിന്റെ നാവിൽ തരിക. അവിടെ പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, ഓക്കെ, നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് എന്റെ വചനത്തെ ഞാൻ നിന്റെ നാവിൽ തരിക. എന്നിട്ട് കർത്താവ് അവിടെ പറഞ്ഞൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ പറഞ്ഞൊരു കാര്യമാണ് 10-ാം വാക്യം. നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും ഞാൻ നിന്നെ ഇന്ന് ജാതികളുമേലും രാജ്യങ്ങളുമേലും ആക്കി വെച്ചിരിക്കുന്നു യഹോവ കൽപ്പിക്കുന്നു. അപ്പൊ അവിടെ കർത്താവിന്റെ കൽപ്പന പുറപ്പെടുക. എന്താണെന്നറിയാം? നിന്നെ ഞാൻ ഒരു പ്രത്യേക പൊസിഷനിലേക്ക് ആക്കുക. നിർമ്മൂലമാക്കാനും പൊളിക്കാനും ഇടിക്കാനും പണിയാനും നടാനും ഒക്കെ ഞാൻ നിന്നെ ആക്കുക. ചിന്തിച്ചു നോക്കിയപ്പോൾ ഇതൊന്നും ചെറിയ പണിയല്ല. നടണമെങ്കിൽ ജോലിയുണ്ട്, ഇടിക്കണേലും പണിയാണ്, പണിയണമെങ്കിൽ ജോലിയാണ്. ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവനിതെല്ലാം ചെയ്യാൻ പോകുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, അവന്റെ നാവിൽ കൊടുത്ത വചനം കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടവരെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ എഴുതി തള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ഒരു പരാജയമല്ല. യു ആർ നോട്ട് എ ഫെയിലിയർ. ബിക്കോസ് നിങ്ങൾ എപ്പോഴാണോ ദൈവവചനത്തെ നിങ്ങളിലേക്ക് സ്വീകരിക്കുന്നത്, എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവവചനത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത്, ആ വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ ആ വചനം നിങ്ങൾക്കൊരു അധികാരം തരും, നടുവാനും ഇടിക്കാനും പൊളിക്കാനും. അതായത് നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റുമുള്ള പ്രതിസന്ധികളെ കണ്ട് മടുത്തുപോയി തളർന്നുപോയി നിരാശപ്പെട്ട് ജീവിതത്തെ ശപിച്ചു കഴിയാനല്ല, നിങ്ങളുടെ നാവിൽ ദൈവം തന്നിരിക്കുന്ന വാക്കുകൾ എടുത്ത് ഉപയോഗിക്കുക. കർത്താവ് പറഞ്ഞത്, ഈ അത്തിയോട് നീ കൽപ്പിച്ചാൽ, ഈ മലയോട് നീ കൽപ്പിച്ചാൽ സംഭവിക്കും. അതെ, ഹല്ലേലൂയ. ആമേൻ. നിന്റെ വാക്കുകൾക്ക് പവറുണ്ട്. അത് നിന്റെ സ്വന്തം വചനമല്ല, ദൈവം നിന്റെ നാവിൽ തന്നിരിക്കുന്ന വചനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തളർച്ചകളും ഭാരങ്ങളും കണ്ട് നിലവിളിച്ച് ജീവിതത്തെ തകർത്തു കളയാതെ, ഒരു ജീവിതത്തിനെ ഘോഷയാത്രയെ വിലാപയാത്രയാക്കാതെ, ഘോഷയാത്ര സന്തോഷത്തിന്റെ ഘോഷയാത്ര ആകട്ടെ. അതെ, ദൈവം നിങ്ങളെ നടത്തിയതെങ്കിൽ, ദൈവം നിങ്ങളെ വിളിച്ചതെങ്കിൽ, ദൈവം തന്റെ കൃപ നിങ്ങളുടെ മേൽ വെച്ചതെങ്കിൽ, ആമേൻ, പുത്രനായ യേശുവിനെ ക്രൂശിൽ തന്നപ്പോ ആ ക്രിസ്തുവിന്റെ ജീവനെ നമ്മളിലേക്ക് വെച്ചിരിക്കുക. ആമേൻ. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിലിരിക്കുന്നു. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിലിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എൻ ടൈം പോലെ ആയിരിക്കും. നിങ്ങൾ എല്ലാം കഴിഞ്ഞു, എല്ലാം എന്ത് ചെയ്യാനാ, എല്ലാം കഴിഞ്ഞു. എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, വലിയ ആഗ്രഹത്തോടാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്, വലിയ ആഗ്രഹത്തോടാണ് അവിടെ ആ ജോലി കയറിയത്, വലിയ ആഗ്രഹത്തോടാണ് ബിസിനസ് തുടങ്ങിയത്. എല്ലാം പോയി. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് പറയാൻ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കാണും. പരാജയത്തിന്റെ കഥകൾ ഒരുപക്ഷെ ധാരാളം കണ്ടേക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന അല്ല, പരാജയത്തിന്റെ കഥകളെ കണ്ട് തളർന്നു ഇരിക്കാനല്ല ഞാൻ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അകത്ത് ജീവിതത്തിലേക്ക് നന്മകളുടെയും അനുഗ്രഹത്തിന്റെയും ആമേൻ ഉയർച്ചയുടെയും ഉറവകളെ തുറന്ന കർത്താവിലേക്ക് നോക്കിക്കേ. നിങ്ങളുടെ നാവിൽ അവൻ തന്നിരിക്കുന്ന വചനം, അത് അല്ലെങ്കിൽ ഇത് പണിത് വേറെ ഒരു ആയുധം കൊണ്ട് ഇടിക്കാനോ പൊളിക്കാനോ പണിയാനോ അല്ല, നിങ്ങളുടെ നാവിൽ തന്നിരിക്കുന്ന വചനം. അതെ, കർത്താവ് സകലത്തെയും സൃഷ്ടിച്ചത് വചനത്താലാണ്, സകലത്തെയും നിലനിർത്തുന്നത് വചനത്താലാണ്. ഹല്ലേലൂയ. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് വചനത്താലാണ്. ഹല്ലേലൂയ. നമ്മളെ ആമേൻ ശുദ്ധീകരിക്കുന്ന വചനത്താലാണ്, സൗഖ്യമാക്കുന്ന വചനത്താലാണ്. ദൈവവചനത്തിന് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വചനത്തെ വിശ്വസിച്ചേ. വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. യെസ്, ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പരാജയത്തിലിരുന്ന് നിങ്ങൾ പരാജയത്തെ കണ്ട് നിങ്ങൾ പരാജയത്തിനകത്ത് തന്നെ ജീവിച്ച് തീർക്കാതെ ആമേൻ ധൈര്യത്തോടെ പറയണം, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയായവൻ. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, തീർന്നെന്ന് കരുതരുത്. ഇവിടെ നിന്നും ഒരു അസാധാരണ തുടക്കം നിങ്ങൾക്കുണ്ട്, മറന്നു പോകരുത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ തന്നെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ, കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ
അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഇന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്, ഡെഡ് എൻഡിൽ തീർന്നു എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവെ, വാർദ്ധക്യം കൊണ്ട്, രോഗം കൊണ്ട്, സാമ്പത്തികമായ വെല്ലുവിളികൾ കൊണ്ട്, അപ്രതീക്ഷിതമായി വന്ന പ്രതികൂലങ്ങൾ കൊണ്ട് തകർന്നുവെന്ന് വിചാരിച്ച് ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നാഥ ജീവന്റെ ശക്തി അവരിലേക്ക് ഒഴുകട്ടെ. അസാധാരണ പ്രവൃത്തികൾ അവർ നടക്കട്ടെ കർത്താവ്, അസാധാരണ പ്രവൃത്തി നടക്കട്ടെ. അടഞ്ഞുപോയ വാതിലുകൾ തുറക്കട്ടെ കർത്താവ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ തുടക്കത്തിന്റെ, അത് ഒരു ന്യൂ ബിഗിനിങ്, ഒരു റിസ്റ്റോറേഷൻ, ഒരു പുനഃസ്ഥാപനത്തിന്റെ, ഒരു ഉയർപ്പിന്റെ ദിവസമായിട്ട് ദിവസം മാറട്ടെ കർത്താവ്. അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ കർത്താവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സകലരെയും അങ്ങ് തൊടാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ കരം അവരെ തൊടുന്നതിനായിട്ട് നന്ദി കർത്താവ്. അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പ്രോഗ്രാം കാണുവാൻ നിങ്ങൾ സമയമെടുത്തതിൽ ഞാൻ കർത്താവിൽ നിങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്കത് അനുഗ്രഹമായിരുന്നു എന്ന് എനിക്ക് നിശ്ചയമായിട്ടും അറിയാം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ഹല്ലേലൂയ, നമുക്ക് എല്ലാ ദിവസവും 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ബൈബിൾ പഠന പരമ്പരയുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സ്വാഗതം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമ്മുടെ ജീവിതം ജയകരമായി മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അനേക ആയിരങ്ങൾക്ക് അത് അനുഗ്രഹമായി ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തികച്ചും സൗജന്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നിങ്ങളെ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ പ്രോഗ്രാം മിസ് ചെയ്യരുത്, മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും മറക്കരുത്. കർത്താവ് നിങ്ങളെ അധികമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.